ഭാഗ്യമുള്ള ആളാണ് സഞ്ജു സാംസൺ. അതുകൊണ്ട് സഞ്ജു സാംസന്റെ പേരിൽ 10 വർഷമോ 14 വർഷമോ നഷ്ടപ്പെട്ടെന്ന് പോയി എന്ന് പറഞ്ഞ് പിന്നെ വിലപിക്കുന്ന കുറെ പേരുണ്ട്. അവരുടെ അടുത്ത് ഞാൻ പറയണു, ആ വാക്കുകളൊക്കെ നിങ്ങൾ പിൻവലിക്കണം. കാരണം ഇത്രയും ലക്കുള്ള, ഇത്രയും ഭാഗ്യം സിദ്ധിച്ച ഒരു പ്ലെയറും ഇന്ത്യൻ ടീമിൽ ഇന്ന് വരെയില്ല, ചരിത്രത്തിൽ വന്നിട്ടില്ല എന്ന് പ്രേക്ഷകർക്ക് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ സഞ്ജു അതിന്റെ അവസരം കിട്ടിയപ്പോഴൊക്കെ അത് വിനിയോഗിക്കുന്നുണ്ട്. കാരണം ഒരു പ്ലെയറെ സംബന്ധിച്ച് 10 കളിയിൽ പുറത്തിരുന്നിട്ട് ഒരു കളിയിൽ ഇറക്കുമ്പോൾ അവന് എല്ലാ കളിയും ഫൈനലാണ്. സഞ്ജുവിന് എല്ലാ കളിയും ഫൈനലാണ്. ആ എല്ലാ കളിയും ഫൈനലായിട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു കളിയിൽ സെഞ്ചുറി അടിച്ച് അടുത്ത 2 ഗോളിൽ കളിയിൽ ഡക്കടിക്കും. ടൈമിങ് കുറയും, മൈൻഡ് അങ്ങനെ നിൽക്കും. ഞാൻ അതാണ് പ്രേക്ഷകർ തോന്നി എല്ലാ കളിയിൽ സെമി കളിച്ച് വരുന്നത്. സെമി ലൈനപ്പ് വരുന്ന പ്രഷർ, ആ പ്രഷറിന്റെ പുറത്താണ് ഇംഗ്ലണ്ടിന്റെ നമ്മുടെ പയ്യ ക്യാച്ച് ഡ്രോപ്പ് ചെയ്തത് സഞ്ജുവിന്റെ. വേറെ പിന്നെ അത് കഴിഞ്ഞിട്ട് അവരെവിടെ ഡ്രോപ്പ് ചെയ്യണം, എവിടെ ഫീൽഡിൽ ലൂസാവണം? ഇന്ത്യൻ ടീം ഫീൽഡിൽ ബുദ്ധിമുട്ട് കണ്ടിട്ടില്ലേ? അത് പ്രഷറിന്റെ പുറത്താണ്. മറ്റേതങ്ങനെ റെഗുലറായിട്ട് നിന്ന് സെറ്റായി വന്നപ്പോഴത്തേക്കും അവസരം കിട്ടിയപ്പോൾ ഉപയോഗിച്ച് കളിക്കാനും പറ്റി. ഇന്ന് അത്രയും കാലം സഞ്ജുവിന് അവസരം കിട്ടിയതുകൊണ്ടാണ് ഇന്ന് സഞ്ജുവിന് ഈ ടോപ്പ് ലെവലിൽ എത്താൻ പറ്റിയത്. സഞ്ജു മാത്രമല്ല, എല്ലാവരുടെ കാര്യം ഇത് പ്രേക്ഷകർ മനസ്സിലാക്കണം. അതുകൊണ്ട് അത്തരം പിന്നെ വിടുവായുത്തം പറയുന്ന ആരായാലും, ഞാൻ ആരെയും പേര് പറയണില്ല, പ്രേക്ഷകർ ആരെങ്കിലും പേര് പറഞ്ഞാൽ അതൊരു വലിയ ഒരു വിവാദമാവണമെന്ന് എനിക്ക് പ്രശ്നമല്ല. പക്ഷെ അത് ആവശ്യമില്ല. നമ്മൾ അങ്ങനെ ആരെയും തേജോവധം ചെയ്യേണ്ട കാര്യമില്ല. ഇത് ക്രിക്കറ്റ് അല്ലേ, സ്പോർട്സിൽ നമ്മൾ ഒരാളെ ഒരു കളിക്കാരനെ തേജോവധമോ ഒരു അനലിസിസ്റ്റിനെയോ അല്ലെങ്കിൽ ആർട്ടിക്കിൾ ധാരാളം തന്നെ ഗവാസ്കർ അടക്കം പോലുള്ള ആരെയും നമ്മൾ തേജോവധം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ടാവും. പക്ഷെ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ തുറന്നു പറയണം, ഇത്രയും ഭാഗ്യം സിദ്ധിച്ച ഒരു പ്ലെയറും ഇതുവരെ ക്രിക്കറ്റിന്റെ കാരിയറിൽ തന്നെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും അനാവശ്യപ്പെടുന്ന ആ വാക്കുകൾ പിൻവലിക്കുക. പറയുകയാണ്. ഇനി ഇന്ത്യ ഈ സ്കോർ അടിച്ചപ്പോഴത്തേക്കും നിങ്ങളുടെ ബൗളിംഗ് നോക്കുക. ഇനി ഞാൻ അവരുടെ ബൗളിംഗ് പറയാം, അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ബൗളിങ്ങിൽ പ്രധാനം ആർച്ചർ 4 ഓവറിൽ 61 റണ്ണ്, 1 വിക്കറ്റ്. ആലോചിക്കണം, ഒരു ഓവറിൽ 15.25 റണ്ണ് വിട്ടുകൊടുത്തിരിക്കുകയാണ്. നമ്മളൊരു ഓവറിൽ 15.25 റണ്ണ് ആർച്ചർ വിട്ടുകൊടുക്കാനുണ്ടായ കാരണം എന്താണ്? സഞ്ജു സാംസൺ എടുത്ത് ഈ ഒരൊറ്റ ഷോട്ടാണ്. ഈ ഒരൊറ്റ ഷോട്ടോടുകൂടി ആർച്ചറുടെ കോൺഫിഡൻസ് പോയി. പിന്നെ ആർച്ചർ ഏത് സൈഡിലോട്ട് ബൗൾ ചെയ്യാറെങ്കിൽ ആർച്ചറിന്റെ സിങ് ചെയ്യുന്ന ബോളുകൾ ആർച്ചർ പൂർണ്ണമായിട്ടും മറന്നുപോയി. പിന്നെ സഞ്ജു സാംസന്റെ അകത്തോട്ട് ബോൾ എറിയണ പോലും അയാൾ ചിന്തിച്ചിട്ടില്ല. സിംഗ് എന്ന് പറയുന്ന കാര്യം ചിന്തിച്ചിട്ടില്ല. അയാളെ ഇൻസിംഗർ ഔട്ട് സിംഗർ അയാൾ മറന്നുപോയാണ് അയാൾ കണ്ടത്. പിന്നെ എല്ലാം അയാൾ ആ ഒരു വേറെ കാറ്റഗറിയിൽ ഇട്ടെടുക്കുന്നതാണ്. ആ കാറ്റഗറി എല്ലാം തന്നെ സഞ്ജു സാംസൺ അടക്കം, സഞ്ജു സാംസണോ സൂര്യകുമാർ പോലെയുള്ള എക്സ്പീരിയൻസ് പ്ലേയേഴ്സ് വെയിറ്റ് ചെയ്ത് കളിക്കുന്നവർ കളിക്കും. അപ്പോൾ കോൺഫിഡൻസ് ഓവർ കൂടുതൽ സഞ്ജുവിന് കിട്ടുകയും സഞ്ജു പിന്നെ ആർച്ചറിന് നിസ്സാരം പോലെ കളിക്കുകയും അങ്ങനെ ആർച്ചർ വേൾഡ് കപ്പിൽ ചരിത്രത്തിൽ ഏറ്റവും ടോപ്പ് ബൗളറിൽ ഒന്നാണ്. നിസ്സാരം പോലെ പോവുകയും ചെയ്യും. ഇതാണ് കോൺഫിഡൻസ്. ഇങ്ങനെയാണ്